മുഖ്യമന്ത്രി പിണറായി വിജയനെയും സഖാക്കളെയും കൂട്ടിക്കെട്ടിക്കൊണ്ട് ഒരു വ്യാജ ചർച്ച അല്ലെങ്കിൽ ഒരു വ്യാജ പ്രചരണം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അന്തരിച്ച നടൻ ശ്രീനിവാസന്റെ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി എറണാകുളത്ത് എത്തിയതാണ്. അവിടെ എത്തി അദ്ദേഹം ആ ഭൗതികദേഹത്തിൽ റീത്ത് വെച്ചതിന് ശേഷം മകനായിട്ടുള്ള ധ്യാൻ ശ്രീനിവാസന്റെ ദേഹത്ത് ചെന്ന് സ്പർശിക്കുന്നുണ്ട്. പിതാവ് മരിച്ച ദുഃഖഭാരത്തിലിരിക്കുന്ന ഒരു പുത്രൻ അദ്ദേഹം തിരിഞ്ഞു നോക്കുന്നു. പിന്നീട് ഒരു റെസ്പോൺസും ഇല്ലാതിരിക്കുകയാണ്. ആ ഒരു സംഭവത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ചർച്ചകൾ നടത്തുന്നു എന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ താഴെ കമൻ്റ് ഇടുന്നവർ മുഴുവൻ സഖാക്കളാണെന്ന പേരിൽ വലിയ പ്രചരണം നടക്കുന്നത്. എന്തായാലും ആ ദൃശ്യം ഒന്ന് കണ്ടേ. കണ്ടല്ലോ, എനിക്ക് ആ ദൃശ്യം കണ്ടപ്പോൾ അസ്വാഭാവികമായും തോന്നിയില്ല. ഒരു ഇടതുപക്ഷ ആശയം പറയുന്ന ഒരാളെന്നുള്ളേക്ക് അതിൽ എൻ്റെ കാഴ്ചയിൽ ഒരു ബഹുമാനക്കുറവും കണ്ടില്ല. കാര്യം നമ്മളെപ്പോഴും സിറ്റുവേഷൻ നോക്കേണ്ടതുണ്ട്. ഈ മുതിർന്നവരെ കണ്ടാൽ എണീറ്റ് നിൽക്കണം, എന്നാലേ ബഹുമാനമാകത്തുള്ളൂ എന്നൊന്നുമില്ല. ഏതാണ് ആ സിറ്റുവേഷൻ? സ്വന്തം പിതാവ് മരിച്ചു കിടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഏത് മാനസികാവസ്ഥയിലാണെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. ഈ കണ്ടു നിൽക്കുന്നവൻ അറിയില്ല. കണ്ടു നിൽക്കുന്നവന് ചിലർക്കൊക്കെ ഡയലോഗ് അടിച്ചാൽ മതി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഈർഷ്യയോ അല്ലെങ്കിൽ അദ്ദേഹം പ്രതികരണമോ നടത്തിയിട്ടില്ല. പക്ഷേ ചിലർക്ക് ആ ദൃശ്യം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതായത് ഈ നാട്ടിൽ എല്ലാവരെയും കണ്ടാൽ എണീറ്റ് നിന്നാൽ മാത്രമേ ബഹുമാനമാകുള്ളൂ, അല്ലെങ്കിൽ ക്യാമറകൾക്ക് മുന്നിൽ അഭിനയിക്കുന്നതാണ് ബഹുമാനമെന്നൊക്കെ കരുതുന്നുണ്ട്. ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസനെ സംബന്ധിക്കുന്നിടത്തോളം ക്യാമറകൾക്ക് മുന്നിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയെ കണ്ടു നിന്ന് എണീറ്റ് അദ്ദേഹം വേണമെങ്കിൽ കുറച്ചൊക്കെ കണ്ണീരിറക്കി അഭിനയിക്കാമായിരുന്നു. അതിന് താല്പര്യമില്ല. ക്യാമറകൾക്ക് മുന്നിലെ കൃത്രിമത്വമാകാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹത്തിന് സ്വന്തം അച്ഛൻ മരിച്ച ആ വിഷമം താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുമ്പോൾ മുഖ്യമന്ത്രി എന്നല്ല, ലോകത്ത് ആര് വന്നാലും ചിലപ്പോൾ എണീറ്റെന്ന് വരില്ല. ഇപ്പോൾ അവിടെ തന്നെ മമ്മൂട്ടി ഉണ്ടായിരുന്നു, മോഹൻലാൽ ഉണ്ടായിരുന്നു. ആരെങ്കിലുമൊക്കെ കണ്ടപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ എണീറ്റ് അവരോടൊപ്പം പോയി നിൽക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടോ? പക്ഷേ ഇതിനെ കൃത്യമായിട്ടും മുഖമില്ലാത്ത ഐഡികളിൽ നിന്ന് സഖാവാണ് എന്ന പേരിലൊക്കെ ചില ചർച്ചകളൊക്കെ നടത്തുന്നു. അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ധ്യാൻ ശ്രീനിവാസനെതിരെ പ്രതികരിക്കുന്നവരെ ഒന്ന് നിങ്ങളെടുത്ത് പരിശോധിക്കണം. അവർക്കൊന്നും മുഖമുണ്ടാകത്തില്ല. അത് ചില സംഘടിത കേന്ദ്രത്തിൽ ചില സംഘടിത താല്പര്യക്കാരുടെ ദുരുദ്ദേശമാണ് ആ കാണുന്നത്. എന്തിനേയും അനാവശ്യമായിട്ടും ഈ വൈകാരിക നിമിഷത്തിലൊക്കെ ഇങ്ങനെയുള്ള ചർച്ചകൾ സഖാക്കൾ നടത്തുന്നു എന്ന പേരിൽ പ്രചരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റിടത്തുള്ള ജനങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം മുഖ്യമന്ത്രിയോടും ഈ പറയുന്ന ഇടതുപക്ഷക്കാരോടും ഒരു വികാരമുണ്ടാകുമല്ലോ. ആ വികാരം ഉണർത്താൻ വേണ്ടി ചെയ്യുന്ന തെമ്മാടിത്തമാണ്. അല്ലെങ്കിൽ ഞാൻ ആ ദൃശ്യം കണ്ടതാണ്. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അതിനൊരു വലിയ ചർച്ചയാക്കി മാറ്റിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി സഖാക്കന്മാർ ഇതാ ധ്യാൻ ശ്രീനിവാസൻ എണീറ്റില്ല എന്ന രീതിയിൽ അദ്ദേഹത്തോട് എന്തോ മോശമായി പ്രതികരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അത് ചെയ്യും. ഈ നാട്ടിൽ മനുഷ്യത്വമില്ലാത്ത അല്ലെങ്കിൽ മനുഷ്യത്വമില്ലാത്ത രണ്ട് വിഭാഗക്കാരേ ഉള്ളൂ. അത് കോൺഗ്രസ്സുകാരും സംഘികളുമാണ്. അവരെ സംബന്ധിക്കുന്നിടത്തോളം എന്തും വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ളതാണ്. ഈ സന്നിഗ്ധ ഘട്ടത്തിൽ പോലും ഇടതുപക്ഷത്തിനെതിരെ നമുക്ക് വെച്ച് കാച്ചാൻ കിട്ടിയ ഒരു അവസരമാണ്. അതിന് ഫേക്ക് ഐഡികൾക്കകത്ത് കയറിയിരുന്നു അവർ സഖാക്കന്മാരെന്നുള്ള രൂപേണ ചർച്ച നടത്തുന്ന ആ കാപട്യത്തെക്കുറിച്ച് നാട് തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു മനുഷ്യന്റെ പിതാവ് നഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ എല്ലാവരോടും എണീറ്റ് നിന്ന് കുശലം പറഞ്ഞ് സംസാരിച്ച് കെട്ടിപ്പിടിച്ച് സങ്കടം പറയുന്നതാണ് യഥാർത്ഥ ബഹുമാനം എന്നൊന്നും കരുതിക്കളയല്ലേ. ഇതൊക്കെ നിങ്ങൾ അറിയാതെ പഠിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണ്. അതായത് അല്ലെങ്കിൽ നിങ്ങളെ നിർബന്ധപൂർവ്വം പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മളൊരു വേദി, ഇപ്പോൾ ഏതെങ്കിലും ക്ഷണിക്കപ്പെട്ട ഇടത്തേക്ക് നമ്മുടെ അതിഥിയായി കടന്നു വരുന്ന വ്യക്തി അദ്ദേഹത്തെ എണീറ്റ് നിന്ന് സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇത് അവരുടെ വീട്ടിൽ ഒരു ദുഃഖം അല്ലെങ്കിൽ ദുരന്തമുണ്ടായ സന്ദർഭത്തിൽ അവിടേക്ക് വരുമ്പോൾ അവരെല്ലാം എണീറ്റ് നിന്ന് കെട്ടിപ്പിടിച്ചാൽ മാത്രമാണ് ബഹുമാനമെന്നൊക്കെ കരുതുന്ന ഒരു വിടുവായത്തരമുണ്ടല്ലോ. ഒരുപക്ഷെ ധ്യാൻ ശ്രീനിവാസന്റെ നേരത്തെയുള്ള പ്രതികരണങ്ങൾ തന്നെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിരുന്ന ഒരു കാര്യമുണ്ട്. അച്ഛൻ അതിവൈകാരികമാണെന്നുള്ളത്. അദ്ദേഹത്തിന് ആ വ്യക്തിയെക്കാൾ ഈ ലോകത്ത് മറ്റൊരാളും ഉണ്ടാകത്തില്ലെന്നേ. ആ വ്യക്തി നഷ്ടപ്പെട്ടിരുന്ന് തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരു മനുഷ്യരുടെ മുന്നിൽ നിങ്ങൾ എണീറ്റില്ല, ബഹുമാനം കാണിച്ചില്ല, പ്രായം നോക്കിയില്ല എന്നൊക്കെ സംഘടിതമായി പ്രചരിപ്പിക്കുന്ന ആ ദുരുദ്ദേശവും കുബുദ്ധിയും ഉണ്ടല്ലോ, നാട് തിരിച്ചറിയണമെന്നേ പറയാനുള്ളൂ. അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പോൾ തന്നെ കൈകൊണ്ട് ആക്ഷൻ കാണിക്കുന്നതിൽ കാണാം. എണീക്കേണ്ട കാര്യമില്ല എന്ന് ധ്യാനോടല്ല അമ്മ ശ്രദ്ധിക്കുമ്പോൾ പറയുന്നുണ്ട്.
അത് അദ്ദേഹം തിരിച്ചു കാട്ടിയ മാന്യതയാണ്. പക്ഷേ പ്രായമായ ആളോട് ബഹുമാനം കാട്ടേണ്ടത് ഇങ്ങനെയാണോ? അതൊക്കെ ആരുടെ ആശയങ്ങളാണ്? സഖാക്കന്മാരുടെ ആശയങ്ങളല്ല. പ്രായമായവരെല്ലാം എണീറ്റ് നിന്ന് കാലിത്തൊട്ട് വന്ദിക്കണമെന്നൊക്കെ പറയുന്ന രീതി എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ സോക്കോൾഡ് സംഘി കോൺഗ്രസ്സുകാരുടെയൊക്കെ ആശയമാണ്. അതിനൊരിക്കലും പിണറായി വിജയൻ തയ്യാറാകുമെന്ന് കരുതുന്നില്ല. പക്ഷേ ഈ ഒരു സന്ദർഭത്തിലും ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സഖാക്കന്മാർക്കെതിരെയും പിണറായിക്കെതിരെയും ഒരു വികാരം സൃഷ്ടിക്കാൻ പറ്റുമല്ലോ. കണ്ടില്ലേ, ഇവർ ഇങ്ങനെയൊക്കെയാണെന്ന് വരുത്താമല്ലോ. അതിനുവേണ്ടി നടത്തുന്ന ഒരു തെമ്മാടിത്ത പരിപാടിയാണ് അത്തരം ചില പോസ്റ്റുകൾ, കമന്റുകൾ എന്ന് പറയേണ്ടി വരികയാണ്.